നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിബുദ്ധിമാനായ കച്ചവടക്കാരനാണ് ഡൊണാൾഡ് ട്രംപ്. അതിപ്പോൾ നമ്മൾ ഹോർമസ് കടലിടുക്കിലും കാണുന്നു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് ഇനി അമേരിക്കയ്ക്ക് കപ്പം നൽകണമെന്നാണ് ട്രംപിന്റെ ഉത്തരവ്. കടലിടുക്ക് വഴി കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% നികുതി ഈടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. മറുവശത്ത് ഇറാനിയൻ കപ്പലുകളെ അകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് തടയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങളുടെ കയ്യിലാണ് എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴാണ് അമേരിക്കയുടെ ഇത്തരമൊരു നീക്കം. US സൈനിക ഇടപെടലുകൾ ഇറാന്റെ സൈനിക ശേഷിയെ പൂർണ്ണമായി ദുർബലപ്പെടുത്തി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും ഇറാൻ ആക്രമണം തുടരുകയാണ്. IRGCയെ ഇതിനിടയിൽ ബ്രിട്ടൻ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ നാവികാസ്തികൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും എങ്ങനെ ഇപ്പോഴും കനത്ത പ്രത്യാക്രമണം നടത്താൻ IRGCക്ക് കഴിയുന്നു? ഈ ചോദ്യം ലോകത്തിലിപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നു. എന്നാൽ ഇറാൻ ഇപ്പോഴും സൈനികമായി ചെറിയ തോതിലുള്ള ശക്തിയുണ്ട് എന്ന് ട്രംപ് സമ്മതിച്ചു. അവ ഭൂരിഭാഗവും US-നെ ദുർബലപ്പെടുത്തും. ഇറാൻ സൈന്യത്തിനുണ്ടായിരുന്ന 159 കപ്പലുകൾ തങ്ങൾ കടലിൽ താഴ്ത്തി. ഇറാന്റെ വിമാനങ്ങൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, വ്യാവസായികമായ ആയുധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ തകർക്കപ്പെട്ടു. ഇറാന് 200ഓളം പോർ വിമാനങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം നഷ്ടമായി എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. അവരുടെ റഡാറുകൾ, ആയുധ നിർമ്മാണ ശേഷി തുടങ്ങിയവയെല്ലാം ദുർബലപ്പെടുത്തി. 4 മാസം മുൻപുള്ള ഇറാനല്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ 4 മാസം കൊണ്ടവരെ ശിലായുഗത്തിലെത്തിക്കാൻ നമ്മുടെ പോരാളികൾക്ക് കഴിഞ്ഞു. ഇറാന്റെ സൈനിക ശേഷി തകരുക മാത്രമല്ല, പ്രമുഖ കമാൻഡർമാർ ഇല്ലാതായി എന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേ 90% ഇല്ലാതായ അവസ്ഥയിലാണ്. ഇറാന്റെ ഏറ്റവും മികച്ച കമാൻഡർമാരും നേതാക്കളും ഇതിനകം തന്നെ വധിക്കപ്പെട്ടു. ഖമനേ പോയി, അദ്ദേഹത്തിന്റെ മകൻ 90% ഇല്ലാതായി. ഫെബ്രുവരി 28 പിതാവ് അലി ഖമനേ കൊല്ലപ്പെട്ട അതേ ദിവസം നടന്ന ആക്രമണത്തിൽ മുജ്തബ ഖമനേക്ക് ഗുരുതരമായ പരിക്കേറ്റു. അതിൽ നിന്ന് മുക്തി നേടാൻ ഇതുവരെ മുജ്തബയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മുജ്തബയുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിശക്തമായ ആക്രമണ പരമ്പരകൾക്ക് ശേഷം ഇറാനും അമേരിക്കയും ചേർന്നെത്തിയ വെടിനിർത്തൽ കരാർ. ഈ കരാറിൽ നിന്ന് അന്ന് ഇസ്രയേൽ മുഖം തിരിച്ചു നിന്നിരുന്നു. എന്നാൽ കരാർ ലംഘനം ഇറാൻ നടത്തിയെന്ന് ആരോപിച്ച് രൂക്ഷമായ ആക്രമണങ്ങൾ അമേരിക്ക വീണ്ടും തുടങ്ങിവെച്ചു. 3ാം തരംഗ ആക്രമണങ്ങൾക്കാണ് അമേരിക്ക ഇക്കുറി തുടക്കമിട്ടിരിക്കുന്നത്. ഇതുവരെ ഇസ്രയേലിൻ്റെ സഹകരണം അമേരിക്ക 3ാം വട്ടം തേടിയിട്ടില്ല. ഇതിനിടയിൽ അമേരിക്കൻ നീക്കങ്ങൾക്ക് മറുപടിയായി ബഹ്റിനും UAEയുമായി ബന്ധമുള്ള 2 എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തി. ഹോർമസ് കടലിടുക്കിൽ നടന്ന ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. ഇറാനിലെ പിക്കാക്സ് പർവ്വത ആണവ കേന്ദ്രത്തിൽ ഉടൻ ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനു വേണ്ട ഉത്തരവ് താൻ ഉടൻ പുറത്തിറക്കും. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കൻ സൈനികർ ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. തുടർച്ചയായ 3ാം രാത്രിയിലും അതിശക്തമായ ആക്രമണങ്ങളാണ് അമേരിക്ക ഇന്നലെ തുടർന്നത്. കഴിഞ്ഞ വർഷം അമേരിക്ക ലക്ഷ്യമിട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്ത പിക്കാക്സ് എന്ന ആണവ കേന്ദ്രത്തിന് നേരെ ഇക്കുറി ആക്രമണം നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി US സൂക്ഷ്മമായി പിക്കാക്സ് ആണവ നിലയം നിരീക്ഷിക്കുകയാണ്. മുൻവാതിലിനടുത്ത് തന്നെ വലിയ ഒരു ഷോട്ടിനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി അവകാശപ്പെടുകയും ഹോർമസിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് നികുതി ഈടാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വലിയൊരു യുദ്ധത്തിൻ്റെ കഥയാണ് നമ്മൾ ഓർക്കേണ്ടത്. പേർഷ്യൻ ഗൾഫിലെ ഹോർമസ് കടലിടുക്ക് അതിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് 20 മൈൽ മാത്രം വീതി.
ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രതിദിനം 20 ദശലക്ഷം ബാരൽ എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ ദിനം പ്രതി കടന്നുപോകുന്നു. ഭൂമിശാസ്ത്രപരമായ ഏറ്റവും വലിയ ചെക്ക് പോയിന്റായി ഇത് ദശാബ്ദങ്ങളായി അറിയപ്പെടുന്നു. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുമ്പോൾ ആഗോള എണ്ണ വിതരണത്തിൻ്റെ 25% ഈ നിയന്ത്രിക്കുന്ന ശക്തികൾ തങ്ങളുടെ വരുതിയിലാക്കുന്നു. അമേരിക്കൻ പിന്തുണയുള്ള ഷായെ അധികാരഭ്രഷ്ടനാക്കി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സൃഷ്ടിച്ച 1979 ഇറാനിയൻ വിപ്ലവം. അന്നു മുതൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിൻ്റെ അവകാശം തങ്ങൾക്കാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. അമേരിക്കയുമായി ഇറാൻ പിന്തുടരുന്ന പതിറ്റാണ്ടുകൾ നീണ്ട പിരിമുറുക്കത്തിനുള്ള കാരണവും ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നും ആഗോള എണ്ണ വിപണിയെ തകരാറിലാക്കുമെന്നും ഇറാൻ ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഒടുവിൽ 2026 മാർച്ചിൽ അത് സംഭവിച്ചു. അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാൻ തങ്ങളുടെ ഏറ്റവും മാരകമായ ആക്രമണമുന പുറത്തെടുത്തത് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക വഴി. പേർഷ്യൻ ഗൾഫ് മേഖല ഇന്ന് എണ്ണയാൽ ഭരിക്കപ്പെടുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് അവിടെ ഇത്ര വലിയ എണ്ണശേഖരം കണ്ടെത്തുന്നത്. പിന്നീട് ചുരുക്കി പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫിൽ എണ്ണയെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ വളർന്നു. ഹോർമുസ് കടലിടുക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി നിലകൊള്ളുന്നു. ഇതെല്ലായ്പ്പോഴും സമുദ്ര വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്നു. മിഡിൽ ഈസ്റ്റിനെ ഇന്ത്യയുമായും മറ്റു പ്രധാന രാജ്യങ്ങളുമായും ബന്ധിപ്പിക്കുന്ന പ്രധാനമായ പാത. 1507 ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ആഫ്രിക്കയിൽ ചുറ്റി സഞ്ചരിക്കുമ്പോഴാണ് പോർച്ചുഗീസ് പര്യവേക്ഷകർ ആദ്യമായി പേർഷ്യൻ ഗൾഫിലെത്തുന്നത്. അവർ അന്ന് ചെറിയ ഹോർമുസ് ദ്വീപ് പിടിച്ചടക്കിയതിന് ശേഷം പട്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ, മുത്തുകൾ, അറേബ്യൻ കുതിരകൾ തുടങ്ങിയ സാധനങ്ങളുടെ വ്യാപാരത്തിനായി കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആദ്യമായി ഹോർമുസ് കടലിടുക്കിൽ ഒരു കോട്ടയും കസ്റ്റംസ് ഹൗസും നിർമ്മിക്കപ്പെടുന്നു. പോർച്ചുഗീസ് അധികാരികൾ ഇതിനെ കാർട്ടസകൾ എന്നാണ് വിളിച്ചത്. പേർഷ്യൻ ഗൾഫിൽ വ്യാപാരം നടത്താൻ അവർ പലർക്കും അനുമതി നൽകി. 1588 മുതൽ 1629 വരെ പേർഷ്യയിലെ ശക്തരായ സഫാവിദ് രാജവംശത്തിൻ്റെ ഷാ ഭരണം. അബ്ബാസ് ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി അവർ ഒരു കരാറുണ്ടാക്കുന്നു. 1622 അങ്ങനെ പോർച്ചുഗീസുകാരെ പുറത്താക്കി. അതുവരെയുള്ള ഒരു നൂറ്റാണ്ട് കാലഘട്ടം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാര നികുതി പിരിച്ച് പോർച്ചുഗീസുകാർ സമ്പന്നരായി. എന്നാൽ 1908 ഇറാനിൽ എണ്ണ പര്യവേക്ഷണം നടത്തിയതിന് ശേഷം ആ വിഭവം ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർ നിശ്ചയിച്ചുറപ്പിച്ചു. അങ്ങനെ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി നിലവിൽ വരുന്നു. 1933 ഇറാൻ്റെ എണ്ണ കയറ്റുമതി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു അസംബദ്ധ കരാർ അവർ നേടിയെടുത്തു. എന്നാൽ 1951 ഇറാൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദഖ് ഇറാൻ തങ്ങളുടെ എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല അന്ന് അബുദാനിലും. പ്രധാനമന്ത്രിയായിരുന്ന മൊസാദെക് എണ്ണ ദേശസൽക്കരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. അത് നമ്മുടെ എണ്ണയാണ്, ബ്രിട്ടീഷുകാരെക്കാൾ നമുക്കാണ് അതിൽ നിന്ന് കൂടുതൽ വരുമാനത്തിന് അവകാശമെന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഇതോടെ ബ്രിട്ടീഷ് റോയൽ നേവി കളത്തിലിറങ്ങി. അബദാൻ തുറമുഖത്തിനു ചുറ്റും അവർ ഉപരോധം സൃഷ്ടിച്ചു. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്നത് തടയാൻ ബ്രിട്ടീഷുകാർ റോയൽ നേവിയെ ആ പ്രദേശത്ത് വിന്യസിച്ചു. എന്നാൽ മൊസാദെക് ധിക്കാരിയായിരുന്നു. അദ്ദേഹം ഒരു ദേശീയ നായകനായി അതിനകം മാറി. മൊസാദെകിനെ പിന്തുണച്ചുകൊണ്ട് ഇറാനിയൻ പ്രതിഷേധക്കാർ ഷായെ പുറത്താക്കുന്നു. എന്നാൽ 1953 CIA പിന്തുണയുള്ള ഒരു അട്ടിമറിയിലൂടെ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഷായെ തിരിച്ചധികാരത്തിലെത്തിക്കുന്നു. തുടർന്ന് മൊസാദെകിനെ പൂർണ്ണമായി അട്ടിമറിക്കുന്നു. ഇതിനെ തുടർന്ന് നടന്ന ചർച്ചകളിൽ ഇറാനും പാശ്ചാത്യ എണ്ണക്കമ്പനികളും തമ്മിൽ എണ്ണയിൽ നിന്ന് കിട്ടുന്ന ലാഭം തുല്യമായി വിഭജിക്കുന്ന ഒരു കരാറിന് രൂപം കൊടുത്തു. 1979 ഇറാനിയൻ വിപ്ലവം. പാശ്ചാത്യ ശക്തികളെ ഇറാൻ മണ്ണിൽ നിന്ന് തുരത്താൻ പുതിയ ഖമേനി ഭരണകൂടം തീരുമാനമെടുക്കുന്നു. ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിൽ 52 പേരെ ബന്ദികളാക്കിയുള്ള വെല്ലുവിളി. ഇറാനുമായുള്ള US നയതന്ത്ര ബന്ധം പൂർണ്ണമായി തകരുന്നു. പിന്നീട് 1980 ഇറാഖ് ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങിപ്പുറപ്പെടുമ്പോൾ അമേരിക്ക ഇറാഖിന് വേണ്ട പരിപൂർണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. ശത്രുവിനെ തകർക്കുക എന്ന ഒറ്റ ഫോർമുല.
8 വർഷത്തോളം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധഘട്ടത്തിലും ഹോർമുസ് കടലിടുക്ക് തന്നെയായിരുന്നു മുഖ്യ യുദ്ധവേദി. 1984 ഇറാഖ് ചില ഇറാനിയൻ എണ്ണ ടാങ്കറുകളെ ആക്രമിച്ചു. ഇറാൻ പേർഷ്യൻ ഗൾഫിൽ നാവിക മൈനുകൾ വ്യാപകമായി സ്ഥാപിച്ചു. സായുധ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ഇറാഖി, കുവൈറ്റ്, സൗദി ടാങ്കറുകൾക്ക് നേരെ അതിശക്തമായ തിരിച്ചടിയും നടത്തി. ഇതിനെ ടാങ്കർ യുദ്ധം എന്ന് വിളിക്കപ്പെടുന്നു. ഇതോടെയാണ് ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ യുദ്ധകാഹള മുഴക്കം നമ്മൾ കേൾക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ നിഷ്പക്ഷ ടാങ്കറുകളെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ US യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കുന്നു. 1988 പേർഷ്യൻ ഗൾഫിൽ എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന USS സാമുവൽ ബി റോബർട്ട്സ് എന്ന നാവിക കപ്പലിന് നേർക്ക് ഇറാൻ ആക്രമണം. ഓപ്പറേഷൻ പ്രേയിങ് മാന്റിസ് എന്ന ഒരു സുപ്രധാന സൈനിക നടപടിയിലൂടെ അമേരിക്ക അതിശക്തമായി തിരിച്ചടിച്ചു. അന്ന് ഇറാനിയൻ നാവികസേനയുടെ ഭൂരിഭാഗം കപ്പലുകൾ മുങ്ങുകയോ തകരാറിലാക്കുകയോ ചെയ്തു അമേരിക്ക. അവസാനം ഒരു US യുദ്ധക്കപ്പലിൽ നിന്ന് അബദ്ധത്തിൽ ഇറാനിയൻ എയർ ഫ്ലൈറ്റ് 655 വെടിവെച്ച് വീഴ്ത്തപ്പെടുന്നു. ആ വാണിജ്യ വിമാനത്തിലുണ്ടായിരുന്ന 290 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ആ കാലഘട്ടത്തിന് ശേഷം ഹോർമുസ് കടലിടുക്ക് അമേരിക്കയ്ക്ക് കിട്ടാക്കനിയായി. അന്നു മുതൽ അമേരിക്ക ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു. മറുവശത്ത് ഇറാൻ അമേരിക്കയിൽ നിന്ന് നയതന്ത്രപരമായി ഏറെ അകന്നു. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇറാൻ്റെ ആണവ അഭിലാഷങ്ങൾ ഉടലെടുക്കുന്നു. ഇസ്രയേലിന് നേർക്കുള്ള ആക്രമണമാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിനെ പിന്തുണച്ച് പരസ്യമായി അമേരിക്ക യുദ്ധ രംഗത്തെത്തിയപ്പോൾ മറുവശത്ത് ഇറാനു വേണ്ടി രഹസ്യ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ഇസ്രയേൽ. സദ്ദാം ഹുസൈനോടുള്ള എതിർപ്പാണ് ഇസ്രായേലിനെ അതിന് നിർബന്ധിതരാക്കിയത്. ഒടുവിൽ 2000 ആണ്ടിൽ ഇറാൻ്റെ വിവാദപരമായ ആണവായുധ പദ്ധതി അമേരിക്കയിൽ നിന്നും അതിൻ്റെ യൂറോപ്യൻ സഖ്യകക്ഷികളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾക്ക് കാരണമാകുന്നു. അങ്ങനെ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് ഇറാൻ വിധേയമായി. 2008 ഇറാൻ അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും നൽകിയ മുന്നറിയിപ്പ് അവർ പരിഹാസത്തോടെ പുച്ഛിച്ചു തള്ളി. ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും സാഹസങ്ങൾക്ക് മുതിർന്നാൽ ഇറാൻ ബാക്കിയുണ്ടാവില്ല എന്ന് അമേരിക്ക ഓർമ്മപ്പെടുത്തി. 2012 യൂറോപ്യൻ യൂണിയൻ ഇറാനിയൻ എണ്ണയ്ക്ക് സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിക്കുന്നു. പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്തുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തും എന്ന ഇറാൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇറാനെ ധിക്കരിച്ചുകൊണ്ട് അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഹോർമുസ് കടലിടുക്കിലൂടെ അയച്ചു. ഹോർമുസ് കടലിടുക്ക് പാത ഇടുങ്ങിയതാണ്. ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ തടഞ്ഞുവെക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് ഇറാൻ എപ്പോഴും മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈലിലുള്ള എന്തും തങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന പൊതുതത്വമാണ് ഇറാൻ ഇതിനുവേണ്ടി മുന്നോട്ട് വച്ചത്. 2015 മുതൽ 2024 വരെ ഹോർമുസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നു. 2015 ഏപ്രിൽ 28 ഇറാനിയൻ പെട്രോളിംഗ് ബോട്ടുകൾ ഡെൻമാർക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കണ്ടെയ്നർ കപ്പൽ മേഴ്സ്ക് ടൈഗ്രസിനെ പിടികൂടുന്നു. കപ്പലിൻ്റെ ഉടമയുമായുള്ള നിയമപരമായ തർക്കത്തിൻ്റെ ഭാഗമാണിത് എന്ന് ഇറാൻ അവകാശപ്പെട്ടു. 2019 ജിബ്രാൾട്ടർ കടലിടുക്കിൽ UK റോയൽ മറൈൻസ് ഒരു ഇറാനിയൻ ടാങ്കർ തടഞ്ഞതിനുള്ള പ്രതികാരമായി ബ്രിട്ടീഷ് പതാകയുള്ള ഒരു എണ്ണ ടാങ്കർ ഇറാൻ തുടർന്ന് പിടിച്ചെടുക്കുന്നു. 2024 ഇസ്രായേലിനെതിരായ വലിയ ആക്രമണത്തിൻ്റെ ഭാഗമായി ഇറാനിയൻ സേന ഒരു എണ്ണ ടാങ്കർ കൂടി പിടിച്ചെടുക്കുന്നു. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം തങ്ങൾക്കാണ് ഇന്ന് സ്ഥാപിക്കാൻ സാഹസികമായ പല ആക്രമണ പദ്ധതികളും. ചുരുക്കത്തിൽ 2021 മുതൽ ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ പതാകയുള്ള 20ഓളം വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയോ അവ പിടിച്ചെടുക്കുകയോ ചെയ്തു. ഒടുവിൽ 2025 കടലിടുക്ക് അടയ്ക്കാൻ ഇറാനിയൻ പാർലമെന്റ് വോട്ട് ചെയ്യുന്നു. 2025 ജൂൺ 13 ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വലിയ വ്യോമാക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ തീരുമാനം. ഇറാനിയൻ മണ്ണിൽ ഇസ്രയേലിൻ്റെ ആദ്യ നേരിട്ടുള്ള ആക്രമണം. പിന്നീട് ജൂൺ 22 ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൻ്റെ ഭാഗമായി ഇറാനിയൻ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ B-2 ബോംബറുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും ചീറിപ്പാഞ്ഞെത്തി. ചുരുക്കത്തിൽ US നടത്തിയ അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാൻ്റെ ഭീഷണി.
ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടും എന്ന് ഇറാൻ പതിറ്റാണ്ടുകളായി ഭീഷണി മുഴക്കിയതിനു ശേഷം 2026 ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയ യുഎസിന്റെയും ഇസ്രായേലി സൈന്യത്തിന്റെയും വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ആ പാതയിലൂടെ ആരെങ്കിലും കടന്നു പോകാൻ ശ്രമിച്ചാൽ റവല്യൂഷണറി ഗാർഡുകളുടെയും സാധാരണ നാവികസേനയുടെയും അംഗങ്ങൾ അവരുടെ കപ്പലുകൾ തീയിടുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ ഭരണകൂടം വളരെ കാലമായി ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ആത്യന്തിക ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനാൽ അവർ നിരുപാധികമായി കീഴടങ്ങും എന്ന പ്രതീക്ഷ ട്രംപിനുമില്ല. പാശ്ചാത്യരെയും അവരുടെ ലോകത്തെയും ധിക്കരിക്കുക എന്നതാണ് ഇറാന്റെ മുഴുവൻ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാന ശില. അവസാന നിമിഷം വരെ പോരാടാൻ അതുകൊണ്ട് തന്നെ IRGC മുന്നിട്ടിറങ്ങും എന്നത് അവരുടെ ആശയപരമായ തീരുമാനം. എന്നാൽ ഇറാൻ കൊടുക്കേണ്ടി വരിക വലിയ വില തന്നെയാകും. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കളിക്കും ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല. അവിടെയാണ് ട്രംപിൻ്റെ ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.